പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4th യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റിട്ടയർമെൻറ്റ്, റീസൺ ഫോർ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ, ഇത്രയും ടോപ്പിക്കുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ്, വാട്ട് ഈസ് റിട്ടയർമെൻറ്റ്? എന്താണ് റിട്ടയർമെൻറ്റ്? വിഡ്രോവൽ ഓഫ് എ പാർട്ട്ണർ ഫ്രം ദി പാർട്ട്ണർഷിപ്പ് ഫേം വിത്ത് ദി കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ് ഓർ ആസ് പെർ പ്രൊവിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഓർ ബൈ ഗിവിംഗ് നോട്ടീസ് ഓഫ് റിട്ടയർമെൻറ്റ് ഈസ് കോൾഡ് റിട്ടയർമെൻറ്റ്. ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും നോട്ടീസ് നൽകിക്കൊണ്ടോ പങ്കാളിത്ത ഉടമ്പടിയിലെ വ്യവസ്ഥ പ്രകാരമോ എല്ലാ പങ്കാളികളുടെയും സമ്മതത്തോടു കൂടിയ ഒരു പങ്കാളി വിഡ്രോ ചെയ്യുന്നതിനെയാണ്, പിൻവാങ്ങുന്നതിനെയാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പങ്കാളി നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും പിൻവാങ്ങുന്നത് പ്രധാനമായും 3 രീതിയിലാണ്. ഒന്നെങ്കിൽ വിത്ത് ദി കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ്, എല്ലാ മറ്റുള്ള പങ്കാളികളുടെ സമ്മതത്തോടു കൂടി, അല്ലെങ്കിൽ ആസ് പെർ ദി പ്രൊവിഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, ഒരു പങ്കാളിത്ത ഉടമ്പടിയിലെ വ്യവസ്ഥ പ്രകാരമാവാം, അല്ലെങ്കിൽ ഓർ ബൈ ഗിവൻ നോട്ടീസ് ഓഫ് റിട്ടയർമെൻറ്റ്. പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലിൻ്റെ കേസിൽ റിട്ടയർമെൻറ്റിനുള്ള നോട്ടീസ് നൽകിക്കൊണ്ടും ഒരു പങ്കാളിക്ക് പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും വിരമിക്കാം. അപ്പം ഇത്തരത്തിൽ നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും ഒരാൾ വിഡ്രോ ചെയ്യുന്നതിനെയാണ് റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പങ്കാളി നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന പഴയ ഉടമ്പടി അവസാനിക്കുകയും എന്നാൽ അവർക്ക് ഒരു പുതിയ ഉടമ്പടി പ്രകാരം ആ സ്ഥാപനം തുറന്നു കൊണ്ടുപോകാനും കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ റിമൈനിങ് പാർട്ട്നേഴ്സിന് പുതിയ ഉടമ്പടി പ്രകാരം ആ പങ്കാളിത്ത സ്ഥാപനം തുടർന്നും നടത്തിക്കൊണ്ടുപോവാം. അപ്പോൾ എന്താണ് റിട്ടയർമെൻറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് വാട്ട് ആർ ദി റീസൺ ഫോർ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ? നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്ന് ഒരു പങ്കാളി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വിരമിച്ചേക്കാം. എ പാർട്ട്ണർ മേ ഡിസൈഡ് ടു വിഡ്രോ ഫ്രം ദി പാർട്ട്ണർഷിപ്പ് ഐദർ വോളണ്ടറിലി ഓർ ഡ്യൂ ടു, ഒന്നുകിൽ സ്വമേധയാ അയാൾ പിൻവാങ്ങാം, അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാവാം? ഡ്യൂ ടു ഇൽ ഹെൽത്ത്, അയാളുടെ മോശമായ ആരോഗ്യം കൊണ്ട് ആവാം, അല്ലെങ്കിൽ ഓൾഡ് ഏജ്, പ്രായാധിക്യം മൂലം ഒരാൾ പങ്കാളിത്ത സ്ഥാപനത്തിന് പിൻവാങ്ങാറുണ്ട്, റിട്ടയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ബിസിനസ് ഇൻട്രസ്റ്റ്, അയാളുടെ ബിസിനസ് താല്പര്യത്തിൽ വന്ന മാറ്റമാവാം. ഒരു ഉദാഹരണമായി, ഒരാൾ ഒരു മദ്യ കച്ചവടമാണ് പങ്കാളിത്തമായി ബിസിനസ്സായി നടത്തി കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കാം. അയാൾക്ക് മദ്യത്തോട് എതിർപ്പും, അപ്പോൾ അയാൾക്ക് ഇനി മദ്യ ബിസിനസ് വേണ്ട, അത്തരത്തിലുള്ള ബിസിനസ് താല്പര്യത്തിൽ വന്ന മാറ്റമാവാം ഒരാൾ പങ്കാളിത്ത സ്ഥാപനത്തിൽ വിരമിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് റെസിഡൻസ്, താമസ സ്ഥലം മാറിപ്പോകുന്നതാവാം, അല്ലെങ്കിൽ ഓർ ആസ് പെർ ദി ടേംസ് ഓഫ് എഗ്രിമെൻ്റ്, ഉടമ്പടിയിലെ വ്യവസ്ഥ പ്രകാരമാവാം. അപ്പം ഇങ്ങനെ ഇത്തരം കാരണങ്ങൾ കൊണ്ടെല്ലാം ഒരു പങ്കാളി നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് റിട്ടയർമെൻ്റ് എന്നും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഒരു പങ്കാളി പങ്കാളിത്ത സ്ഥാപനത്തിൽ വിരമിക്കാറ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ വിരമിക്കുന്ന പങ്കാളിക്ക് അയാൾ വിരമിക്കുന്ന ഡേറ്റ് വരേക്ക് അയാൾക്ക് ആ ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കാനുള്ള എല്ലാ തുകയും, അയാൾക്ക് ലഭിക്കാനുള്ള എല്ലാ എമൗണ്ടും ലഭിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. അപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ റിട്ടയർ ചെയ്ത പങ്കാളിക്ക് ലഭിക്കാനുള്ള തുക കണ്ടെത്തുകയും അയാൾക്ക് ആ തുക കൊടുത്തു തീർക്കുകയുമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി മനസ്സിലാക്കാനുള്ളത് what are the accounting treatment on retirement or death of a partner? ഒരു പങ്കാളി മരണപ്പെടുക
അല്ലെങ്കിൽ അയാൾ റിട്ടയർ ചെയ്യുക, ഇത്തരം സന്ദർഭങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്തെല്ലാമാണ്? റിട്ടയർമെൻറ്റും ഡെത്തിൻ്റെയും കേസിൽ പ്രത്യേകിച്ച് വേർതിരിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. രണ്ട് കേസിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. റിട്ടയർമെൻറ്റും ഡെത്തും തമ്മിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ഈസ് എ പ്ലാൻഡ് വൺ. റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതാണ്. എന്നാൽ മരണം എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. നമുക്കറിയാം, അത് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് റിട്ടയർ ചെയ്ത പങ്കാളിക്ക് ലഭിക്കാനുള്ള തുക അയാൾക്കാണ് നൽകുന്നത്. എന്നാൽ മരണപ്പെട്ട പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ആ തുക അയാൾക്ക് നൽകാൻ കഴിയില്ല, അയാളുടെ ലീഗൽ ഹയേഴ്സ് അനന്തരാവകാശികൾക്കാണ് നൽകുന്നത്. അപ്പം ഇതാണ് ഈ റിട്ടയർമെൻറ്റും ഡെത്തും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഉള്ളൂ. അപ്പോൾ റിട്ടയർമെൻറ്റ് ഡെത്തുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മൾ അഡ്മിഷൻ സമയത്ത് ചെയ്യുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ആ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഏകദേശം പല അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളും അഡ്മിഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി എന്താണ്, നമ്മൾ അഡ്മിഷന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റുകൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടെത്തുക. നമുക്കറിയാം, ഒരു പങ്കാളി പിരിയുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർ പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും ഇല്ലാതാവുകയാണ്. അപ്പോൾ നമുക്ക് നിലവിലുള്ള പങ്കാളികൾക്ക് പഴയ റേഷ്യോ കൊണ്ട് ലാഭം വീതിക്കാൻ കഴിയില്ല. അപ്പോൾ പുതിയ റേഷ്യോ കണ്ടെത്തണം. സെക്കൻഡ് കേസ്, കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ഒരു പങ്കാളി വിരമിക്കുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ അതുമൂലം നിലവിലുള്ള പങ്കാളികൾക്ക് നേട്ടമുണ്ടാവുന്നുണ്ട്, അവരുടെ ലാഭവിഹിതത്തിൽ നേട്ടമുണ്ടാവുന്നുണ്ട്. ഉദാഹരണമായി 3 പങ്കാളികൾ ലാഭവും നഷ്ടവും പങ്കുവയ്ക്കുകയായിരുന്നു. അതിൽ ഒരു പങ്കാളി മരണപ്പെടുകയാണ് എങ്കിൽ പിന്നീടുള്ള ലാഭം 3 ആൾ പങ്കുവച്ചിരുന്ന ലാഭം 2 ആളുകളിലേക്ക് മാത്രമായി പങ്കുവെക്കാൻ കഴിയും, അല്ലേ? അപ്പം ആയതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് ഡെത്ത് കേസിൽ ഒരു പങ്കാളികൾക്ക് നേട്ടമുണ്ടാവുന്നുണ്ട്. ആ ഗെയിനിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തണം. അതാണ് സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ ഗെയിനിങ് റേഷ്യോ കണ്ടെത്തുന്നത് എന്തിനാണെന്ന് നമ്മൾ വഴിയെ ചർച്ച ചെയ്യും. നെക്സ്റ്റ്, തേർഡ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ഒരു റിട്ടയർമെൻറ്റ് മരണ സമയങ്ങളിൽ റിട്ടയർ ചെയ്ത പങ്കാളിക്ക് ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും അവകാശപ്പെട്ട ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടെത്തുകയും ആ ഗുഡ് വില്ലിൻ്റെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്ത പങ്കാളിക്ക് കോമ്പൻസേഷനായി നൽകുകയും വേണം. അതാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിയുടെ കൂടി പ്രയത്നം കൊണ്ട് നേടിയെടുത്ത സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ, ആ ഗുഡ് വില്ലിൻ്റെ ഒരു റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിയുടെ ഓഹരി ഷെയർ ഓഫ് ഗുഡ് വിൽ റിമൈനിങ് പാർട്ട്നേഴ്സ് കോമ്പൻസേഷനായിട്ട് നൽകണം. അത് നൽകേണ്ടത് ഗെയിനിങ് റേഷ്യോയിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് പോയിന്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്. സ്ഥാപനത്തിൽ വിതരണം ചെയ്യാത്ത ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. കൂടുതൽ ചർച്ച ചെയ്യേണ്ട നമ്മൾ അഡ്മിഷൻ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തത് തന്നെയാണ്. ഇവിടെയും അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യുകയും അതിൻ്റെ പ്രോഫിറ്റും ലോസും കണ്ടെത്തുകയും ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. മരണപ്പെടുന്നത് വരെ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഡേറ്റ് വരേക്ക് ഉള്ള ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ അതിന് റിട്ടയർ ചെയ്ത പങ്കാളിക്ക് അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിക്ക് അവകാശമുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്
അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് ഡേറ്റ് വരേക്കുള്ള ലാഭവും നഷ്ടവും, ലാഭമാണോ നഷ്ടമാണോ എന്നത് കണ്ടെത്തുക. ദ നെക്സ്റ്റ് പോയിന്റ്, കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദി റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിക്ക് ലഭിക്കാനുള്ള മൊത്തം തുക എത്രയാണെന്ന് കണ്ടെത്തലാണ് നെക്സ്റ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ്, സെറ്റിൽമെൻറ്റ് ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. മരണപ്പെട്ട അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത പങ്കാളിക്ക് നൽകാനുള്ള എമൗണ്ട് സെറ്റിൽമെൻറ്റ്, അത് കൊടുത്തു തീർക്കലാണ് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ലാസ്റ്റ് വൺ, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. കണ്ടിന്യൂ ചെയ്യുന്ന റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഈ 5 അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ അഡ്മിഷൻ സമയത്തും ഉണ്ടായിരുന്നത് തന്നെയാണ് അല്ലേ. ആദ്യത്തെ 5 അഡ്ജസ്റ്റ്മെൻറ്റുകളും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളും അഡ്മിഷനിലുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അപ് ടു ദി ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്, കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ, സെറ്റിൽമെൻറ്റ് ഓഫ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു ദി റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. അപ്പോൾ ദീസ് ആർ ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓൺ റിട്ടയർമെൻറ്റ്. ഇനി ഇവയിലെ ഓരോ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് ചർച്ച ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. ആദ്യം നമ്മൾ ഫസ്റ്റ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. ആദ്യം കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഒരു പങ്കാളി റിട്ടയർ ചെയ്യുമ്പോൾ പങ്കാളിത്ത സ്ഥാപനത്തിലെ ഒരാൾ കുറയുന്നു. ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥാപനം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ ഒരു പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആവശ്യമാണ്. അപ്പോൾ എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ? വാട്ട് ഈസ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ? ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ദി റിമൈനിങ് പാർട്ട്നേഴ്സ് വിൽ ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എനി പാർട്ട്ണർ. ഒരു പങ്കാളിയുടെ റിട്ടയർമെൻറ്റിന് അല്ലെങ്കിൽ മരണത്തിന് ശേഷം നിലവിലുള്ള പങ്കാളികൾ ഭാവിയിൽ ലാഭവും നഷ്ടവും പങ്കുവെക്കുന്ന അനുപാതത്തെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ റേഷ്യോ ഇൻ വിച്ച് ദി റിമൈനിങ് പാർട്ട്നേഴ്സ് വിൽ ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എനി പാർട്ട്ണർ. അപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എങ്ങനെ കണ്ടെത്താം? ഹൗ ടു കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ? ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അല്ലെങ്കിൽ ന്യൂ ഷെയർ ഓഫ് കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ഈക്വൽ ടു ഓൾഡ് ഷെയർ പ്ലസ് അക്യൂർഡ് ഷെയർ. ആർക്കാണ് പുതിയ റേഷ്യോ ഉള്ളത്? റിമൈനിങ് പാർട്ട്സ് അല്ലേ, അവിടെ തന്നെ തുടരുന്ന പങ്കാളികളുടെ പുതിയ ഷെയർ കണ്ടെത്താൻ ഉള്ള ഫോർമുല എന്ന് പറയുന്നത് അവരുടെ ഓൾഡ് ഷെയറോട് കൂടി അവർ നേടിയ ഷെയർ ആഡ് ചെയ്താൽ മതി. ന്യൂ ഷെയർ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്ണർ ഈക്വൽ ടു ഓൾഡ് ഷെയർ പ്ലസ് അക്യൂർഡ് ഷെയർ. ദാറ്റ് ഈസ് ന്യൂ ഷെയർ ഈക്വൽ ടു ഓൾഡ് ഷെയർ പ്ലസ് അക്യൂർഡ് ഷെയർ. ഓൾഡ് ഷെയർ എന്ന് പറഞ്ഞാൽ അവരുടെ റിട്ടയർമെൻറ്റിന് മുമ്പുള്ള ഷെയർ അല്ലേ, അവരുടെ ഷെയർ. അതിനോടുകൂടി അക്യൂർഡ് ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്യൂർഡ് ഷെയർ ഫ്രം ദി ഔട്ട് ഗോയിങ് പാർട്ട്ണർ. ആരാണോ പുറത്തു പോകുന്നത്, ആരാണോ റിട്ടയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ മരണപ്പെടുന്നത്, അയാളുടെ ഷെയറിൽ നിന്നും കണ്ടിന്യൂയിങ് പാർട്ട്ണർക്ക് എത്ര ഷെയർ ആണോ ലഭിച്ചത് അതുകൂടി ആഡ് ചെയ്യുമ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്ണറുടെ ന്യൂ ഷെയർ കണ്ടെത്താം. അപ്പോൾ ഒരു റിമൈനിങ് പാർട്ട്ണർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്ണറുടെ പുതിയ ഷെയർ കണ്ടെത്താൻ അയാളുടെ പഴയ ഷെയറിനോട് കൂടി അയാൾ റിട്ടയർ ചെയ്ത പങ്കാളിയിൽ നിന്ന് എത്ര ഷെയർ ആണോ നേടിയത് അത് ആഡ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നത് കാൽക്കുലേഷൻ ഓഫ് ഗെയിനിങ് റേഷ്യോ. എങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതിനു മുമ്പായി ആദ്യം എന്താണ് ഗെയിനിങ് റേഷ്യോ? ഗെയിനിങ് റേഷ്യോ is the ratio in which continuing partners have acquired the share from the retiring or deceased partner is called the gaining ratio.
the ratio in which continuing partners have acquired the share from the retiring partner. റിട്ടയർ ചെയ്ത പങ്കാളിയിൽ നിന്നും കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഏതൊരു അനുപാതത്തിലാണോ നേടിയത്, അപ്പോൾ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സിനാണ്, പിന്നീട് അയാൾ റിട്ടയർ ചെയ്യുകയാണ്, അയാളുടെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സിന് ഏതൊരു റേഷ്യോയിലാണോ നേടിയിട്ടുള്ളത് ആ റേഷ്യോയാണ് ഗെയിനിങ് റേഷ്യോ, അവർ നേടിയ അനുപാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഹാവ് അക്വയർഡ് ദി ഷെയർ ഫ്രം ദി റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ മരണപ്പെട്ട പങ്കാളിയുടെ ഷെയർ നിലവിലുള്ള പങ്കാളികൾ ഏതൊരു റേഷ്യോയിലാണോ നേടിയിട്ടുള്ളത്, അക്വയർ ചെയ്തിട്ടുള്ളത്, അവർ നേടിയിട്ടുള്ളത്, ആ അനുപാതത്തെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പങ്കാളി റിട്ടയർ ചെയ്യുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോൾ പിന്നീട് അയാൾക്ക് ലാഭവീതം നൽകേണ്ടതില്ല, ഇല്ലല്ലോ. അപ്പോൾ അയാളുടെ ഷെയർ ആർക്കാണ് പിന്നീട് ലഭിക്കുന്നത്? റിമൈനിങ് പാർട്ട്നേഴ്സിന് ലഭിക്കുന്നു. അയാളുടെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സിന് ഏത് അനുപാതത്തിലാണോ ലഭിക്കുന്നത് ആ അനുപാതത്തെയാണ് ഗെയിനിങ് റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹൗ ടു കാൽക്കുലേറ്റ്? ഗെയിനിങ് ഷെയർ ഓഫ് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഈക്വൽ ടു ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ. ഒരു കണ്ടിന്യൂ പാർട്ട്ണറുടെ ഗെയിനിങ് ഷെയർ, അയാൾ എത്ര ഷെയർ ആണ് ഗെയിൻ ചെയ്തത് എന്ന് കണ്ടെത്താൻ വേണ്ടി അയാളുടെ പുതിയ ഷെയറിൽ നിന്നും അയാളുടെ പഴയ ഷെയർ ഡിഡക്റ്റ് ചെയ്താൽ മതി, കുറച്ചാൽ മതി. ദാറ്റ് ഈസ് ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇതിനു മുമ്പ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ ചർച്ച ചെയ്തിരുന്നു. സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പഴയ റേഷ്യോ പുതിയ റേഷ്യോ കുറച്ചാൽ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കിട്ടും. എന്നാൽ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ന്യൂ റേഷ്യോയിൽ നിന്നും ഓൾഡ് റേഷ്യോ ഡിഡക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ന്യൂ റേഷ്യോ, എന്താണ് ഗെയിനിങ് റേഷ്യോ, എങ്ങനെ അത് കണ്ടെത്താമെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ അഡ്മിഷൻ്റെ ചാപ്റ്ററിൽ സാക്രിഫൈസ് റേഷ്യോ എന്താണെന്നും അത് എപ്പോഴാണ് കണ്ടെത്തേണ്ടി വരുന്നത് എന്നും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. എന്തിനു വേണ്ടിയാണ് സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തുന്നത് എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് ഗെയിനിങ് റേഷ്യോ എന്താണെന്നും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. ഈ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പങ്കാളി മരണപ്പെടുകയോ റിട്ടയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ അയാളുടെ കൂടി പ്രയത്നത്താൽ നേടിയെടുത്ത ഗുഡ്വില്ലിൻ്റെ ഒരു ഷെയർ ലഭിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. ആ ഷെയർ കോമ്പൻസേഷനായി നൽകേണ്ടത് ആരാണ്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സാണ്, നിലവിലുള്ള പങ്കാളികളാണ് ഗുഡ്വില്ലിൻ്റെ ഷെയർ റിട്ടയർ ചെയ്ത പങ്കാളിക്ക് നൽകേണ്ടത്. അപ്പോൾ അത് നൽകേണ്ടത് ഏതൊരു അനുപാതമാണോ ആ അനുപാതമാണ് ഗെയിനിങ് റേഷ്യോ. അവർ നൽകേണ്ടത് ഏത് അനുപാതത്തിലാണ്? ഗെയിനിങ് റേഷ്യോയിലാണ് അത് അവർ നൽകേണ്ടത്. അപ്പോൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? റിമൈനിങ് പാർട്ട്നേഴ്സ് നൽകുന്ന ഗുഡ്വിൽ പഴയ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ റിമൈനിങ് പാർട്ട്നേഴ്സ് ഏതൊരു അനുപാതത്തിലാണ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന് ഗുഡ്വില്ലിൻ്റെ ഷെയർ നൽകേണ്ടത് ആ റേഷ്യോ ആണ് ഗെയിനിങ് റേഷ്യോ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടെത്തുന്നത്. ഇനി നമുക്ക് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ഗെയിനിങ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായി അതിൻ്റെ മീനിങ്, സാക്രിഫൈസ് റേഷ്യോ എന്താണ് നമ്മൾ അഡ്മിഷൻ ചാപ്റ്ററിൽ മനസ്സിലാക്കി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഹാവ് അഗ്രീഡ് ടു സാക്രിഫൈസ് ദെയർ ഷെയർ ഇൻ ഫേവർ ഓഫ് ന്യൂ പാർട്ട്ണർ. പുതിയ പങ്കാളിക്ക് വേണ്ടി പഴയ പങ്കാളികൾ അവരുടെ ഷെയർ സാക്രിഫൈസ് ചെയ്ത, വിട്ടുകൊടുത്ത, അല്ലെ, ത്യജിച്ച അനുപാതത്തെയാണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത്. എന്നാൽ ഗെയിനിങ് റേഷ്യോ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഇൻ വിച്ച് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഹാവ് അക്വയർഡ് ദി ഷെയർ ഫ്രം ദി റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ട്ണർ. മരണപ്പെട്ട അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത പങ്കാളിയുടെ ഷെയർ പഴയ പങ്കാളികൾ
നേടിയ അനുപാതത്തെയാണ്, ഏത് അനുപാതത്തിലാണോ അവരത് അക്വയർ ചെയ്തിട്ടുള്ളത്, നേടിയിട്ടുള്ളത്, ആ അനുപാതത്തെയാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മറ്റൊരു ഡിഫറൻസ്, വാട്ട് ഈസ് ദ പർപ്പസ്? സാക്രിഫൈസ് റേഷ്യോ എന്തിനു വേണ്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടു ഷെയർ ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ പെയ്ഡ് ബൈ ദി ന്യൂ പാർട്ട്ണർ ടു ദി ഓൾഡ് പാർട്ട്നേഴ്സ്. പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ് വില്ലിൻ്റെ ഷെയർ പഴയ പങ്കാളികൾക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടു ഷെയർ ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ പെയ്ഡ് ബൈ ദി ന്യൂ പാർട്ട്ണർ ടു ദി ഓൾഡ് പാർട്ട്നേഴ്സ്. പുതിയ പങ്കാളി കൊണ്ടുവന്ന ഗുഡ് വിൽ പഴയ പങ്കാളികൾക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടു ഷെയർ ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ പെയ്ഡ് ബൈ ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ടു ദി റിട്ടയറിംഗ് ഓർ ഡിസീസ് പാർട്ട്ണർ. റിമൈനിങ് പാർട്ട്നേഴ്സ് കോമ്പൻസേഷനായി നൽകിയിട്ടുള്ള ഗുഡ് വിൽ പഴയ റിട്ടയർ ചെയ്ത പങ്കാളിക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് റിട്ടയർ ചെയ്ത പങ്കാളിക്ക് നൽകേണ്ട ഗുഡ് വിൽ റിമൈനിങ് പാർട്ട്നേഴ്സ് അവരുടെ ഗെയിനിങ് റേഷ്യോയിലാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ലഭിക്കാനുള്ള ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് നൽകേണ്ടത്, അവർ ഓരോരുത്തരും നൽകേണ്ട ഷെയർ അത് ഏത് റേഷ്യോയിലാണ്? ഗെയിനിങ് റേഷ്യോ. അതിനു വേണ്ടിയാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ടു കാൽക്കുലേറ്റ്. എങ്ങനെ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾക്ക് അതിൻ്റെ ഫോർമുല നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ, അല്ലേ? പഴയ ഷെയറിൽ നിന്നും അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അതാണ് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. എന്നാൽ ഗെയിനിങ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ന്യൂ ഷെയറിൽ നിന്നും ഓൾഡ് ഷെയർ ആണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇനി വെൻ ടു കാൽക്കുലേറ്റ്, എപ്പോഴാണ് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ആൻഡ് അറ്റ് ദി ടൈം ഓഫ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ മാറ്റം വരുമ്പോഴും അഡ്മിഷൻ സമയത്ത്, പ്രധാനമായി അഡ്മിഷൻ സമയത്താണ് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറ്റ് ദി റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ ആൻഡ് ആൾസോ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ മാറ്റം വരുമ്പോഴും അതോടൊപ്പം തന്നെ റിട്ടയർമെൻറ്റ്, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പങ്കാളി റിട്ടയർ ചെയ്യുമ്പോഴോ മരണപ്പെടുമ്പോഴൊക്കെ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാക്രിഫൈസിങ് റേഷ്യോ ആൻഡ് ഗെയിനിങ് റേഷ്യോ. സാക്രിഫൈസ് റേഷ്യോയും ഗെയിനിങ് റേഷ്യോയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ്. വ്യത്യസ്ത ബേസുകളെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ ഡിഫറൻസ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന യൂണിറ്റിലെ ഫസ്റ്റ് ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്തത്. ദാറ്റ് ഈസ് റിട്ടയർമെൻറ്റ്, meaning and a reason for retirement of a partner, accounting treatment on retirement or death of a partner, then calculation of gaining ratio, calculation of new ratio, difference between sacrifice ratio and gaining ratio. ഓക്കെ, ബാക്കി ടോപ്പിക്കുകൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് ഗെയിനിങ് റേഷ്യോ, സാക്രിഫൈസ്, ഗെയിനിങ് റേഷ്യോയും ന്യൂ റേഷ്യോയും കാൽക്കുലേറ്റ് ചെയ്യുന്ന ചില പ്രോബ്ലങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.